ത്രിപ്രസാദം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് നമ്മൾ ദിവസവും നിലവിളക്ക് തെളിയിക്കുന്നത്. സന്ധ്യാസമയത്തും പുലർക്കാലങ്ങളിലും വിളക്ക് കൊളുത്തുന്നത് വീടുകളിൽ പോസിറ്റീവ് ഊർജവും ദൈവാനുഗ്രഹവും നിറയ്ക്കുമെന്നാണ് വിശ്വാസം. ഐശ്വര്യത്തിന്റെ പ്രതീകമായ നിലവിളക്ക് ദിനവും കൊളുത്തുന്ന പതിവ് കേരളീയ സംസ്കാരത്തോളം പഴക്കമുള്ള ഒന്നാണ്. അന്ധകാരമകറ്റി ജീവിതത്തെ പ്രകാശപൂരിതമാക്കാനുള്ള പ്രാർത്ഥനയെന്നോണമാണ് നിലവിളക്ക് കൊളുത്തുന്നത്. എന്നാൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി വിളക്ക് തെളിയിക്കേണ്ട കൃത്യമായ സമയം ഏതാണെന്ന് നോക്കാം. രാവിലെ പുലർച്ചെ 4 മണിക്കും 6 മണിക്കും ഇടയിലുള്ള ബ്രഹ്മമുഹൂർത്തമാണ് വിളക്ക് കൊളുത്താൻ ഏറ്റവും ഉത്തമം. ഇനി വൈകുന്നേരമാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുൻപോ സന്ധ്യാസമയത്തോ വിളക്ക് കൊളുത്താം. വീട് ഇരുട്ടാകുന്നതിന് മുൻപ് തന്നെ ദീപം തെളിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി ഒത്തിരി വൈകി വിളക്ക് കൊളുത്തുന്നത് ഒഴിവാക്കുക. അടുത്തതായി നിലവിളക്ക് വെക്കേണ്ട ദിശയാണ്. കിഴക്കോട്ട് തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നത് വീട്ടിലെ ദുഃഖങ്ങൾ അകറ്റാനും മനഃശാന്തിക്കും ആയുസ്സിനും നല്ലതാണ്. പടിഞ്ഞാറോട്ട് തിരിയിടുന്നത് കടബാധ്യതകൾ തീരുന്നതിനും ഐശ്വര്യത്തിനും സഹായിക്കും. വടക്കോട്ട് വിളക്ക് കൊളുത്തുന്നത് ധനലാഭത്തിനും പ്രശസ്തിക്കും ഉത്തമമാണ്. എന്നാൽ തെക്കോട്ട് ദർശനമായി ഒരിക്കലും ഒറ്റ തിരി മാത്രം കത്തിക്കാൻ പാടില്ല. ഇനി ഉപയോഗിക്കേണ്ട എണ്ണയെയും തിരിയെയും കുറിച്ച് പറയാം. പശുവിൻ നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കൊളുത്തുന്നത് ഏറ്റവും വലിയ ഐശ്വര്യമാണ്. നല്ലെണ്ണ അഥവാ എള്ളെണ്ണ ദോഷങ്ങൾ അകറ്റാൻ ഉത്തമമാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പലതരം എണ്ണകൾ കലർത്തി ഉപയോഗിക്കരുത്. പഞ്ഞിത്തിരിയോ അല്ലെങ്കിൽ വെളുത്ത കോട്ടൺ തുണിയിൽ നിന്നുണ്ടാക്കുന്ന ശുദ്ധമായ തിരിയോ ഉപയോഗിക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു തിരി മാത്രം ഒറ്റയായി കത്തിക്കരുത്. 2 തിരികൾ ഒന്നിച്ചു ചേർത്ത് എണ്ണയിൽ മുക്കി വേണം വിളക്ക് തെളിയിക്കാൻ. ഓട്, വെള്ളി, പിച്ചള, സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച നിലവിളക്കാണ് ദിവസവും കൊളുത്തേണ്ടത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന നിലവിളക്കിനെ ദേവിയുടെ പ്രതിരൂപമായാണ് കണക്കാക്കുന്നത്. ഈ ചൈതന്യ സ്രോതസ്സിന്റെ ഭാരം ഭൂമിദേവിക്ക് നേരിട്ട് താങ്ങാനാവില്ല എന്നാണ് വിശ്വാസം. അതിനാൽ പീഠത്തിന് മുകളിൽ വെച്ചാണ് വിളക്ക് കൊളുത്തേണ്ടത്. നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തെ ബാധിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ ദിനവും കഴുകി മിനുക്കിയ ശേഷം മാത്രമാവണം വിളക്ക് കൊളുത്തേണ്ടത്. വിളക്ക് തെളിയിക്കുന്ന വ്യക്തിക്കും തികഞ്ഞ ശുദ്ധി ഉണ്ടായിരിക്കണം. ദേഹശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ വിളക്ക് കൊളുത്താവൂ. നിലവിളക്ക് ഒരിക്കലും വെറും തറയിൽ നേരിട്ട് വെക്കരുത്. താഴെ ഒരു പീഠമോ ഇലയോ തട്ടമോ വച്ച് അതിനു മുകളിൽ വേണം വിളക്ക് പ്രതിഷ്ഠിക്കാൻ. അതുപോലെ വിളക്ക് അണയ്ക്കുമ്പോൾ നേരിട്ട് ഊതി അണയ്ക്കരുത്. പൂവോ അല്ലെങ്കിൽ തിരി പിറകോട്ട് വലിച്ച് എണ്ണയിൽ മുക്കിയോ അണയ്ക്കാം. പഴയ എണ്ണയോ കരി പിടിച്ച തിരിയോ വീണ്ടും ഉപയോഗിക്കരുത്. ദിവസവും വിളക്ക് കഴുകി ശുദ്ധിയാക്കുന്നത് വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറയ്ക്കും. ആദിത്യദേവനെ വണങ്ങുന്നതിനാണ് നിലവിളക്ക് കൊളുത്തുന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ സൂര്യോദയത്തിലും അസ്തമയ സമയത്തും നിലവിളക്ക് കൊളുത്തേണ്ടതായിട്ടുണ്ട്. 2 സമയങ്ങളിലും തിരി കൊളുത്തുന്നതിലും ശ്രദ്ധിക്കണം. പ്രഭാതത്തിൽ ഉദയസൂര്യനെ നമിക്കുന്നതിനായി കിഴക്കുഭാഗത്തെ തിരിയും സായാഹ്നത്തിൽ അസ്തമയ സൂര്യനെ വണങ്ങുന്നതിനായി പശ്ചിമ ദിക്കിലേക്കുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത്. വിളക്ക് കൊളുത്തിയ ശേഷം കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വീടുകളിൽ നാമജപവും ഹരിനാമ കീർത്തനവും നടത്തുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജം പൂർണ്ണമായും അകറ്റും. നിലവിളക്ക് എന്നത് വെറും ഒരു ദീപം മാത്രമല്ല, അത് നമ്മുടെ വീടുകളിലെ പോസിറ്റീവ് ഊർജത്തിന്റെയും പ്രകാശത്തിന്റെയും ഉറവിടമാണ്. കൃത്യമായ സമയവും രീതികളും പാലിച്ച് ഭക്തിയോടെ വിളക്ക് കൊളുത്തുമ്പോൾ അത് വീട്ടിൽ സമാധാനവും ഐശ്വര്യവും ആത്മവിശ്വാസവും നിറയ്ക്കും. ആചാരങ്ങൾക്കപ്പുറം നമ്മളിൽ നല്ലൊരു ചിട്ടയും ഏകാഗ്രതയും വളർത്തിയെടുക്കാൻ ഈ ശീലം സഹായിക്കും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഭക്തിയോടെ വിളക്ക് തെളിയിച്ചാൽ അത് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങളും സന്തോഷവും കൊണ്ടുവരും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഷെയർ ചെയ്യുമല്ലോ. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.